ലിറിക് ONV കുറുപ്പ് എന്നാണ്. അപ്പം പാട്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നീട് അത് ഇപ്പോഴും വർഷങ്ങളിലൂടെ ആ ONV കുറുപ്പ് എന്ന ഗുരുനാഥൻ, ആ ത്രയക്ഷരി എൻ്റെ സംഗീതത്തിൻ്റെ, എൻ്റെ ഗാനാവബോധത്തിൻ്റെ അസ്ഥികളിലൂടെ ഒഴുകുകയാണ്. എന്നും ഒരു പ്രാർത്ഥന പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വരിയെങ്കിലും മൂളാത്ത ദിവസങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. എനിക്കേറെ പ്രിയപ്പെട്ട കുറച്ച് പാട്ടുകളാണ് നമ്മൾ അടുത്ത ചില എപ്പിസോഡുകളിലൂടെ പറയാൻ പോകുന്നത്. ഇന്നും വരുമ്പോൾ ഞാൻ മൂളി. വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഏതോ ഒരു തറവാടിൻ്റെ അകത്തളത്തിലെ ഇടനാഴിയിൽ നായകൻ, കാമുകൻ കേൾക്കുകയാണ്. ഇപ്പോൾ അസ്തമയ സൂര്യൻ്റെ കുങ്കുമ നിറമാർന്ന രശ്മികൾ അദ്ദേഹത്തിൻ്റെ വാതിലിൻ്റെ പഴുതിലൂടെ ഒരു നുള്ള് ചുവപ്പ് രശ്മികൾ വിതറിയപ്പോൾ അതിൻ്റെ ലാവണ്യത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അതിലോലമായ ഒരു തൂവൽ ഒരു നിലാവിലേക്ക് പറന്നു വീഴും പോലെ അദ്ദേഹത്തിൻ്റെ കാമുകൻ്റെ, കവിയുടെ മനസ്സിൻ്റെ ഇടനാഴിയിലൂടെ ഒരു പാദപതനം, ഒരു പദനിസ്വനം, വളരെ ലോലവും നിർമ്മലവുമായ കാലിൻ്റെ ഒരു പ്രാവ് പറന്നിറങ്ങും പോലെ കേൾക്കുകയാണ്. എന്നിട്ടോ അത് എന്താണെന്ന് അദ്ദേഹം പല്ലവിയിൽ സ്ഥാപിക്കുന്നില്ല. അതിൽ പഴുതിലൂടെ കുങ്കുമം വാരി വിതറുന്ന സന്ധ്യ പോകെ, കാരണം അസ്തമിക്കുകയാണ്. അപ്പോഴാണ് അതിലോലമായ ഇടനാഴിയിൽ നിന്നും അദ്ദേഹം ഈ കാലൊച്ച കേൾക്കുന്നത്. അതെന്താണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. അല്ലെ, അദ്ദേഹം ആ പദനിസ്വനം അദ്ദേഹത്തിലുണ്ടാക്കിയ പ്രതികരണമാണ് പറയുന്നത്. ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലകണമിറ്റി വീഴുമ്പോലൻ ഉയിരിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയേ, അറിയാതെ കോരിത്തരിച്ചു പോയി. ഈ കാൽപ്പാടുകൾ, അതിൻ്റെ ശബ്ദം ഹൃദയത്തിൻ്റെ തന്ത്രിയിൽ, ഹൃദയമാകുന്ന വീണയുടെ കമ്പിയിൽ ആരാണെന്ന് സ്ഥാപിക്കുന്നില്ല. വിരൽ തൊടുമ്പോഴുണ്ടാവുന്ന നിസ്വനം പോലെയാണ്, ശബ്ദം പോലെയാണ്, നേർത്ത ശബ്ദം പോലെയാണ്. ഇലകളിൽ നിന്നും ജലഗണം, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്യും പോലെ, ഇല പെയ്യും പോലെ, ഇറ്റ് വീഴും പോലെ, ഉയിരിൽ അമൃതം തളിച്ച പോലെ, ജീവിതത്തിൽ പ്രാണനിലേക്ക് അമൃത് ഇറ്റിക്കും പോലെ, തരളവിലോലം,
വളരെ തരളമാണ്, ഇളകുന്നതാണ്. ഇത്തിരി ദുഃഖമയവും കൂടിയാണത്, അല്ലെങ്കിൽ പ്രണയമയമാണത്. തരളവിലോലം നിൻ്റെ കാലൊച്ച കേട്ട് ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി. ഹിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ. ഹിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ. അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ നിന്നു. മറ്റൊരു സന്ധ്യയായി നീ നിന്നു. ഹിമബിന്ദു മുഖപടം ചാർത്തുന്ന പൂവാണ്. മഞ്ഞിൻ്റെ തുള്ളി കൊണ്ട് മുഖാവരണമിട്ട പൂവ്. അതാണ് ആ പെൺകുട്ടി. അതുകൊണ്ടാണ് ഇടനാഴിയിലൂടെ അവൾ പാദപതനം മാത്രം കേൾപ്പിച്ചു വന്നത്. അവളുടെ മുഖം നായകന് വ്യക്തമല്ല, ആസ്വാദകരായ നമുക്കും വ്യക്തമല്ല. ഒരു മഞ്ഞിൻ്റെ പാളി കൊണ്ട് ആ പൂവ് അതിൻ്റെ മുഖം മറച്ചിരിക്കുന്നു. ഹിമബിന്ദു മുഖപടം ചാർത്തുന്ന പൂവിനെ മധുകരം വണ്ട് നുകരാതെ ഉഴറും പോലെ. വണ്ട് മുഖപടമുള്ളതുകൊണ്ട് പൂവിൻ്റെ ചുണ്ടിൽ ഉമ്മ വെച്ചില്ല, നെറുകയിൽ ഉമ്മ വെച്ചില്ല. അതുകൊണ്ട് പൂവിന് ഉഴറുകയാണ് പൂവ്. പൂവ് പരിഭ്രമിച്ചതല്ല, പൂവ് കരഞ്ഞതല്ല, പൂവ് നൊമ്പരപ്പെട്ടതല്ല. പൂ ഉഴറുകയാണ്, ത്രസിക്കുകയാണ്. പൂവിന് മധുകരത്താൽ ഉമ്മ വയ്ക്കപ്പെടാനുള്ള ത്വര ഉണ്ടാവുകയാണ്. ഹിമബിന്ദു മുഖപടം ചാർത്തുന്ന പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ. അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിൽക്കുകയാണ്. ഈ കാലൊച്ച പറഞ്ഞ മന്ത്രം മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ഈ കാലൊച്ച പ്രണയത്തിൻ്റെ മന്ത്രമാണ് പറഞ്ഞത്, പ്രണയത്തിൻ്റെ സ്വകാര്യമാണ് പറഞ്ഞത്. ഈ മന്ത്രത്തിൻ്റെ പൊരുളറിയാതെ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴോ നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കുങ്കുമം മാഞ്ഞിരിക്കുന്നു, നിഴൽ കളമെഴുതാൻ തുടങ്ങി. നിലാവിൻ്റെ നിഴലുകൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ, കവിയുടെ മുമ്പിൽ, കാമുകൻ്റെ മുമ്പിൽ കളമെഴുതുമ്പോൾ മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. മറ്റൊരു സായാഹ്നം പോലെ, സന്ധ്യ പോലെ മറ്റൊരു കുങ്കുമം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു ചിത്രം. ഇത് അജന്തയിലെ പോലെ, എല്ലോറയിലെ പോലെ, സൂര്യക്ഷേത്രത്തിലെ പോലെ ഒരു ചിത്രമാണ്. ഈ ചിത്രം വരയ്ക്കാൻ ശ്രീ ONV സാറിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അദ്ദേഹം കാലത്തിനപ്പുറത്തേക്ക്, കണ്ണീരിനപ്പുറത്തേക്ക്, കൈവല്യത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പാട്ടിൻ്റെ പുന്നല്ലിൻ്റെ മണവുമായി, പാട്ടിൻ്റെ കതിർക്കറ്റയുമായി പുത്തഞ്ചേരി പുഴ കടന്ന് തോരായി ഭാസ്കരൻ വന്നാൽ 4-5 മാസക്കാലം കൊയ്ത്താണ് എനിക്ക്. പാട്ട് കൊയ്തെടുക്കുക, കന്നിക്കൊയ്ത്ത് പോലെ പാട്ട് കൊയ്തെടുക്കുക. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. കോളാമ്പിപ്പാട്ടിൽ വയലാറും ഭാസ്കരൻ മാഷും ONVയും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കേച്ചേരിയും കവാലവും തുടങ്ങി ഒരു പെരുമഴക്കാലമായിരുന്നു അന്ന് പാട്ടിൻ്റെ. അങ്ങനെയാണ് ഞാൻ HMV ഡിസ്കിൽ നിന്ന് കണ്ട ONV സാറിൻ്റെ ചിത്രത്തിൽ നിന്നും എനിക്കും പാട്ടെഴുതണം എന്നൊരു മോഹം. അപ്പോൾ ഇതെങ്ങനെയാണ്, പുത്തഞ്ചേരിയിൽ സിനിമയുടെ നോട്ടീസൊക്കെ കണ്ട ശീലമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു മോഹമായിട്ട്, ഒരു അഗ്നി, കെടാത്ത അഗ്നി പോലെ ഈ മോഹം സൂക്ഷിച്ച് നടക്കുമ്പോഴാണ് പുത്തഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ 4 കുട്ടികളാണ് 10ാം തരം എഴുതിയത്. നല്ല മാർക്കോടെ 10ൽ പാസ്സാകുന്നു. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് ചേരുന്നു.
അപ്പം സിനിമയുടെ ഒരു ലോകമാണ് കോഴിക്കോട്, മറ്റെല്ലാ പ്രധാനപ്പെട്ട സിറ്റി പോലെ. അപ്പോൾ ആരെ ചെന്ന് കാണാം? സംവിധായകന്മാരൊന്നും പരിചയമില്ല, തിരക്കഥാകൃത്തുകളെ പരിചയമില്ല, നടന്മാരെ പരിചയമില്ല. അപ്പോഴാണ് ഒരു ദിവസം ഒരു കമ്പനിയുടെ, വിതരണ കമ്പനിയുടെ ബോർഡ് ഞാൻ കാണുന്നു. അത് പേര് ഞാൻ സ്നേഹപൂർവ്വം പറയുന്നില്ല. ഞാനങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഒരു 100 ചില്ലാനം പല്ല് പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ഒരാളെ കാണാണ്. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഉണ്ണിത്താൻ. സർ, എനിക്കൊരു സിനിമയിൽ പാട്ടെഴുതിയാൽ കൊള്ളാം എന്നുണ്ട്. അതിനെന്താ, എഴുതാമല്ലോ. ഒറ്റയടിക്ക് ഇദ്ദേഹം പറയുകയാണ്, ദൈവം പോലും വർഷങ്ങളോളം കാത്തിരുന്നേ വരം കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇദ്ദേഹവും സിനിമയായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വിതരണ കമ്പനി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, സിനിമ വിതരണം ചെയ്യുന്നയാളാണല്ലോ. നോട്ടീസ് വിതരണം പോലെ, ഈ ചില വസ്ത്രവിതരണം പോലെ, ബാങ്ക് ലോൺ വിതരണം പോലെ സിനിമ വിതരണം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സിനിമയിൽ എന്നെ പാട്ടെഴുതിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം വൃത്തിയായിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ആദ്യമായിട്ട് സിനിമാ രംഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ചായ, ഒരു കട്ടൻ ചായ കഴിക്കാമല്ലേ. സന്തോഷമായി. ഉടനെ തന്നെ എഴുതാം നമുക്ക് പാട്ടുകൾ. ഹിറ്റ് ഗാനങ്ങളുള്ളൊരു ചിത്രം എൻ്റെ മുതലാളി എടുക്കാൻ പോകുന്നത്. ഹിറ്റ് ഗാനങ്ങളിലൊരു ചിത്രത്തിന് മുമ്പ് തന്നെ ഹിറ്റാണ് ഗാനമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ 2 കൊല്ലം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആഫീസിൻ്റെ പടി കയറി ഇറങ്ങി. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാരണം പറയും ഇദ്ദേഹം. അല്ല, അത് നമ്മുടെ ഹീറോവിൻ്റെ ഡേറ്റ് ശരിയായിട്ടില്ല. പിറ്റേത്തെ ആഴ്ച ഞാൻ ചെല്ലുമ്പം പറയും അത് ഹീറോ റെഡി, ഹീറോയിൻ ഓക്കെ അല്ല. 3-ാം ദിവസം പറയും അത് ഒരു തിരക്കഥ. അന്ന് തിരക്കഥ എന്താണെന്ന് എനിക്ക് വലിയൊരു തിരുവാടില്ല, ഇപ്പോഴും ഇല്ല, എന്നാലും അന്ന് തീരെയില്ല. 4-ാം ദിവസം പറയും ലൊക്കേഷൻ ശരിയായിട്ടില്ല. ഇങ്ങനെ 2 കൊല്ലം ഈ സഹോദരൻ എന്നെ നടത്തിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ മാറി നടക്കാൻ തുടങ്ങി. കാരണം ഇദ്ദേഹം ഇനി എന്ത് കാരണം പറയും എന്നുള്ളത് എനിക്ക് കോംപ്ലക്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ മാറി നടക്കാൻ തുടങ്ങി, വഴി മാറി നടന്നു. പക്ഷേ ഒരു ദിവസം ഇദ്ദേഹം ഞാൻ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ഉച്ചയ്ക്ക് എന്നെ അന്വേഷിച്ച് വരികയാണ്. എന്നിട്ട് എന്നെ 4 ചീത്ത വിളി. എന്നോട് പറഞ്ഞു, അല്ല സിനിമയിലൊന്നും പാട്ടെഴുതണ്ടേ, ഇത്രയും കാലം മോഹിച്ച് നടന്നിട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, എഴുതണം, അതിപ്പം എങ്ങനെയാവോ എൻ്റെ ഒരു കാര്യം, നമ്മുടെ സിനിമ തുടങ്ങാൻ പോവുകയാണ്. എന്നിട്ടും 2 കൊല്ലത്തേക്ക് ഇത് നടന്നില്ല. പിന്നെ ഞാൻ ഈ സഹോദരനെ മറന്നു. ഞാൻ വേറെ വഴി സൂത്രത്തിൽ മഴയുടെ നൂലുകണിയിലൂടെ ദൈവം പിടിച്ചു കയറുക എന്നൊരു കവിസങ്കല്പമുണ്ട്. അതുപോലെ കയറി മറിഞ്ഞു സിനിമയിലെത്തി. സിനിമയിൽ അത്യാവശ്യം തിരക്കുള്ള ആളായി. കുറേ അവാർഡുകളൊക്കെ കിട്ടി. മലയാള ഭാഷയിൽ നിന്ന് അപ്പുറത്തുള്ള സംഗീത സംവിധായകർ ഇളയരാജ, ലക്ഷ്മികാന്ത് പ്യാരിലാൽ, ഒരുപാട് ആളുകൾ, AR റഹ്മാൻ, ലതാ മങ്കേഷ്കർ, ഇവരൊക്കെ കൂടെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വണ്ടി ഇറങ്ങുകയാണ്. എനിക്ക് രാമനിലയത്തിലേക്ക് പോകണം. അവിടെ ഒരു കമ്പോസിങ് ഉണ്ട് പിറ്റേന്ന്. ഇപ്പോൾ 2 മണിയായതുകൊണ്ട് രാമനിലയത്തിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി വരാൻ ഒരു 3 മിനിറ്റ് എടുക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു നവംബർ ഡിസംബർ മാസക്കാലമാണ്. ശബരിമല സന്യാസിമാരുടെ തിരക്കുള്ള സമയമാണ്. തീർത്ഥാടകരുടെ തമിഴരും തെലുങ്കരും കന്നഡക്കാരും മലയാളികളും എല്ലാം കൂടി ഒരു ബഹളമാണ് അവിടെ. ആ കൂട്ടത്തിൽ നിന്ന്
ഗിരീഷ് എന്നൊരാൾ എന്നെ പേരെടുത്ത് വിളിക്കുന്നു. ഞാൻ വെച്ചു ഈ ആ സമയത്ത് 2:30 മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പൂമുഖത്ത് നിന്നും ഈ തെലുങ്ക് കന്നഡ സിനിമക്കാരുടെ സന്യാസിമാരുടെ ഇടയിൽ നിന്ന് ആരാണ് എന്നെ വിളിക്കുന്നത്? ഞാൻ നോക്കുമ്പോൾ താടിയൊക്കെ നീട്ടി, കറുത്ത വസ്ത്രം ധരിച്ച്, ജടയൊക്കെ പിടിച്ചിട്ട്, ഒരു തോൾസഞ്ചിയും ഇരുമുടി കെട്ടുമൊക്കെ ആയിട്ട് ഒരാൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. സാറേ എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അവരെ മനസ്സിലായില്ലല്ലോ. ഞാനാണ് പഴയ ഉണ്ണിത്താൻ. എനിക്ക് അത്ഭുതം തോന്നി. കാരണം 15-17 കൊല്ലം മുമ്പ് കണ്ട ഉണ്ണിത്താനാണ് ഈ വേഷപ്രച്ഛന്നനായി നിൽക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് മദ്യപിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ 2:30 മണി സമയത്ത് എവിടെ കിട്ടാനാണ്? അല്ല, എൻ്റെ കയ്യിലുണ്ട്. ഇരുമുടിക്കെട്ടിൽ ഒരു മുടിയിൽ മദ്യമാണ്. 2 ക്വാർട്ടറിൻ്റെ കുപ്പിയും ബീഫും, ഒരു മുടിയിൽ നെയ്ത്തേങ്ങയും പൂവും അയ്യപ്പൻ അർച്ചിക്കാനുള്ള സാധനമായിട്ടാണ് ഉണ്ണിത്താൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു, എന്തായാലും ഒരു പെഗ് മദ്യം കഴിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ സന്തോഷം. ഇദ്ദേഹം ഓടിപ്പോയി മിനറൽ വാട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് വാങ്ങിച്ചു. അതിലൊഴിച്ച് ഇരുട്ടിലേക്ക് മാറ്റി നിർത്തി എന്നോട് പറഞ്ഞു, ഗിരീഷ്, ഇതൊരു ദേശീയ അവാർഡ് സ്വീകരിക്കും പോലെ താങ്കൾ സ്വീകരിക്കണം. ഞാനത് ഭവ്യതയോടെ തന്നെ വാങ്ങുകയും കഴിക്കാൻ ചുണ്ടോടടുപ്പിക്കുമ്പോഴാണ് 3-ാം കിട റമ്മാണത്, നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിത്താനെ, നമുക്ക് തൊട്ടുകൂട്ടാൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. അതിനെന്താ സാറേ, അരവണ ഇരിക്കുകയല്ലേ. അരവണ സഞ്ചിയിൽ നിന്ന് എടുത്ത് തരികയാണ് മദ്യത്തിൻ്റെ കൂടെ കഴിക്കാൻ. എനിക്ക് അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചും ഒക്കെ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഏതാണ് ശരി? ഉണ്ണിത്താനാണോ, അയ്യപ്പനാണോ, ശബരിമലയാണോ, കരിമലയാണോ, പമ്പയാണോ? ഈ സന്ദേഹം എനിക്ക് ഒരു പാട്ടിലൂടെ ഓൻ വി സാർ തീർത്തു തന്നത്, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൽ ദുഃഖങ്ങൾ സ്വയം വരിച്ചു.